നമസ്കാരം. മോക്ക് ടെസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. എം.ടി. വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? എം.ടി. വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? ശരിയുത്തരം ഓപ്ഷൻ ഡി 1995. എം.ടി. വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1995-ലാണ്. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായി കണക്കാക്കുന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠം. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായി കണക്കാക്കുന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠം. ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിച്ച ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിച്ച ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. 1965 ആദ്യ ജ്ഞാനപീഠം ലഭിച്ച മലയാളി ജി ശങ്കരക്കുറുപ്പാണ്. 1965 ആദ്യ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച മലയാളി ജി ശങ്കരക്കുറുപ്പാണ്. എസ്.കെ. പൊറ്റക്കാടിന് 1980-ലും തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1984-ലും എം.ടി. വാസുദേവൻ നായർക്ക് 1995-ലും ഒ.എൻ.വി. കുറുപ്പിന് 2007-ലും അക്കിത്തത്തിന് 2019-ലും ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. എസ്.കെ. പൊറ്റക്കാട് 1980, തകഴി 1984, എം.ടി. വാസുദേവൻ നായർ 1995, ഒ.എൻ.വി. കുറുപ്പ് 2007, അക്കിത്തം 2019 എന്നീ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്. എം.ടി. വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. നാലുകെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, അസുരവിത്ത്, മഞ്ഞ്, കാലം, രണ്ടാമൂഴം, വാരാണസി തുടങ്ങിയവ എം.ടി. വാസുദേവൻ നായർ രചിച്ച നോവലുകളാണ്. നാലുകെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, അസുരവിത്ത്, മഞ്ഞ്, കാലം, രണ്ടാമൂഴം, വാരാണസി. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? ശരിയുത്തരം ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഇല്ലാത്തത്? അക്കമ്മ ചെറിയാൻ. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ എന്നിവർ മലബാറിൽ നിന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ എന്നിവർ മലബാറിൽ നിന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. 1947 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് അക്കമ്മ ചെറിയാൻ. 1947 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് അക്കമ്മ ചെറിയാൻ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്ത വനിതയാണ് അക്കമ്മ ചെറിയാൻ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്ത വനിതയാണ് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയുമാണ് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത കൂടിയാണ് അക്കമ്മ ചെറിയാൻ. 1938 ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ പണിമുടക്കിന് പി കൃഷ്ണപിള്ളയോടൊപ്പം നേതൃത്വം നൽകിയ വനിതയാണ് അക്കമ്മ ചെറിയാൻ. 1938 ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ പണിമുടക്കിന് പി കൃഷ്ണപിള്ളയോടൊപ്പം നേതൃത്വം നൽകിയതും അക്കമ്മ ചെറിയാനാണ്. 1951 പ്രഥമ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിനെ പ്രതിനിധീകരിച്ച് ലോകസഭാംഗമായ വനിതയാണ് അമ്മു സ്വാമിനാഥൻ. 1951 പ്രഥമ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിനെ പ്രതിനിധീകരിച്ച് ലോകസഭാംഗമായ വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ശ്രീലങ്കയിലെ അധ്യാപക ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വനിതയാണ് ആനി മസ്ക്രീൻ. ശ്രീലങ്കയിലെ അധ്യാപക ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വനിതയാണ് ആനി മസ്ക്രീൻ.
മഹിളാ ജാഗൃതി പരിഷത്തിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന വനിതയാണ് ദാക്ഷായണി വേലായുധൻ. മഹിളാ ജാഗൃതി പരിഷത്തിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന വനിതയാണ് ദാക്ഷായണി വേലായുധൻ. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത്. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ എ, കാനിങ് പ്രഭു. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആയി നിയമിതനായ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആണ്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആയിരുന്ന നിയമിതനായ ഗവർണർ ജനറൽ കൂടിയാണ് കാനിങ് പ്രഭു. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 നവംബറിൽ അലഹബാദ് ദർബാറിൽ വച്ച് വായിച്ചത് കാനിങ് പ്രഭു ആണ്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 നവംബറിൽ അലഹബാദ് ദർബാറിൽ വച്ച് വായിച്ചത് കാനിങ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമായിരുന്നത് കാനിങ് പ്രഭു ആണ്. ഹിന്ദു വിധവ പുനർവിവാഹം നിയമം പാസാക്കിയ വൈസ്രോയിയാണ് കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമായിരുന്നത് കാനിങ് പ്രഭു ആണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് കാനിങ് പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം റദ്ദു ചെയ്ത ഭരണാധികാരിയാണ് കാനിങ് പ്രഭു. ദത്തവകാശ നിരോധന നിയമം 1859 റദ്ദു ചെയ്ത ഭരണാധികാരിയാണ് കാനിങ് പ്രഭു. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിതമായപ്പോഴത്തെ ഭരണാധികാരി കാനിങ് പ്രഭുവാണ്. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിതമായപ്പോഴത്തെ ഭരണാധികാരി കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൽക്കട്ട സർവകലാശാലയാണ് 1857. ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ആദായ നികുതി ആരംഭിച്ചതും വൈസ്രോയി കാനിങ് പ്രഭുവിടെ കാലത്താണ്. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം. ശരിയുത്തരം ഓപ്ഷൻ ഡി, ലോക്പാൽ. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനമാണ് ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2014 ജനുവരി 16-നാണ്. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2014 ജനുവരി 16-നാണ്. ലോക്പാലിൽ ചെയർമാൻ സഹിതം 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ലോക്പാലിൽ ചെയർമാൻ സഹിതം 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 45 വയസ്സാണ്. ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 45 വയസ്സാണ്. ലോക്പാലിൽ 50% ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ, വനിതാ അംഗങ്ങൾ എന്നിവർ 50% കുറയാതെ ലോക്പാലിൽ ഉണ്ടായിരിക്കണം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2014 ജനുവരി 16-നാണ്. ലോക്പാലിൽ ചെയർമാൻ സഹിതം 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 45 വയസ്സാണ്. ലോക്പാലിൽ 50% ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ, വനിതാ അംഗങ്ങൾ എന്നിവർ 50% കുറയാതെ ലോക്പാലിൽ ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ 2/3 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ 2/3 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ആര്? തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ആര്?
ശരി ഉത്തരം ഓപ്ഷൻ സി TK മാധവൻ. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവാണ് TK മാധവൻ. ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് TK മാധവൻ. ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് TK മാധവൻ. കേരള നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നതും TK മാധവനാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നതും TK മാധവനാണ്. 1915 കൊല്ലം ആസ്ഥാനമായി ദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് TK മാധവനാണ്. 1915 കൊല്ലം ആസ്ഥാനമായി ദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് TK മാധവനാണ്. ഈഴവ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും TK മാധവനാണ്. ഈഴവ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും TK മാധവനാണ്. അവർണ ഹിന്ദുക്കൾക്കും അഹിന്ദുക്കൾക്കും പൗരാവകാശങ്ങൾ വിവേചനം കൂടാതെ നൽകണം എന്നാവശ്യപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് TK മാധവൻ. അവർണ ഹിന്ദുക്കൾക്കും അഹിന്ദുക്കൾക്കും പൗരാവകാശങ്ങൾ വിവേചനം കൂടാതെ നൽകണം എന്നാവശ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് TK മാധവൻ. SNDP യോഗത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് TK മാധവന്റെ നേതൃത്വത്തിൽ ധർമ്മബട സംഘം രൂപീകരിച്ചു. SNDP യോഗത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് TK മാധവന്റെ നേതൃത്വത്തിൽ ധർമ്മബട സംഘം രൂപീകരിച്ചു. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് TK മാധവൻ. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് TK മാധവൻ. കുച്ചുപ്പിടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? കുച്ചുപ്പിടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. കുച്ചുപ്പിടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ പ്രധാന നൃത്തരൂപമാണ് കുച്ചുപ്പിടി. ആന്ധ്രാപ്രദേശിലെ കുച്ചുപ്പിടി ഗ്രാമത്തിലാണ് ഇത് പിറവിയെടുത്തത്. ഒഡീഷയിലെ പ്രധാന നൃത്തരൂപമാണ് ഒഡീസി. തമിഴ്നാട്ടിലെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കേരളത്തിലെ പ്രധാന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ആന്ധ്രാപ്രദേശിന്റെ പ്രധാന നൃത്തരൂപമാണ് കുച്ചുപ്പിടി. ആന്ധ്രാപ്രദേശിലെ കുച്ചുപ്പിടി ഗ്രാമത്തിലാണ് ഇത് പിറവിയെടുത്തത്. ഒഡീഷയിലെ പ്രധാന നൃത്തരൂപം ഒഡീസി. തമിഴ്നാട്ടിലെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കേരളത്തിലെ പ്രധാന നൃത്തരൂപം മോഹിനിയാട്ടം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി 54. ഇന്ത്യൻ ഭരണഘടനയുടെ 54-ാം ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ ഭാഗം 5-ൽ ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ ഭാഗം 5-ൽ ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. There shall be a president of India ഇങ്ങനെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 52-ലാണ്. There shall be a president of India ഇങ്ങനെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 52-ലാണ്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 55-ലാണ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 56-ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 54-ാം ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഭരണഘടനയുടെ ഭാഗം 5-ൽ ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. There shall be a president of India ഇങ്ങനെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 52-ലാണ്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 55-ലാണ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധിയെക്കുറിച്ച് പറയുന്നത് 56-ലാണ്. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ UPSC. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് UPSC ആണ്.
UPSC നിലവിൽ വന്നത് 1926 ഒക്ടോബർ 1-നാണ്. UPSC നിലവിൽ വന്നത് 1926 ഒക്ടോബർ 1-നാണ്. 1924 ലോട്ട്ലി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് UPSC നിലവിൽ വന്നത്. 1924 ലോട്ട്ലി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് UPSC നിലവിൽ വന്നത്. കേന്ദ്ര തലത്തിലുള്ള വകുപ്പുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് UPSC-യിലാണ്. കേന്ദ്ര തലത്തിലുള്ള വകുപ്പുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് UPSC-യിലാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുന്നതിനും തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുന്നതിനും തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. ചെയർമാൻ ഉൾപ്പെടെ 11 വരെ അംഗങ്ങളാണ് UPSC-യിൽ ഉള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 11 വരെ അംഗങ്ങളാണ് UPSC-യിൽ ഉള്ളത്. UPSC-യിൽ അംഗമായ ആദ്യ മലയാളി ഡോക്ടർ KG അടിയോടിയാണ്. UPSC-യിൽ അംഗമായ ആദ്യ മലയാളി ഡോക്ടർ KG അടിയോടി. IAS, IPS, IFS, IRS എന്നീ പരീക്ഷകൾ നടത്തുന്നത് UPSC-യാണ്. IAS, IPS, IFS, IRS എന്നീ പരീക്ഷകൾ നടത്തുന്നത് UPSC-യാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ 42-ാം ഭേദഗതി. 42-ാം ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് 1976 42-ാം ഭേദഗതിയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് 1976 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3-നാണ്. 42-ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3-നാണ്. 42-ാം ഭേദഗതിയിലൂടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. 42-ാം ഭേദഗതിയിലൂടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി.